തുടർച്ചയായിട്ടുണ്ടാകുന്ന മുഖക്കുരു കാരണം അല്ലെങ്കിൽ മുഖത്തെ ചെറിയ ചെറിയ കുഴികൾ അഥവാ ഓപ്പൺ പോർസ് കാരണമൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് മുഖക്കുരു വരുന്നവർക്ക് വേണ്ടിയും പിന്നെ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ കുഴികളും ഓപ്പൺ പോർസ് ഒക്കെ കാരണം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖക്കുരു നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതിന് മുമ്പേ തന്നെ എങ്ങനെയാണ് മുഖക്കുരു വരുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴത്തേനും നമ്മുടെ മുഖത്ത് മുഖക്കുരുകൾ വരും. പിന്നെ മുഖക്കുരുകൾ പൊട്ടുകയും പിന്നെ അത് പഴുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണമയമുള്ള ഒരു ഗ്രന്ഥി നമ്മുടെ മുഖത്തുണ്ടല്ലോ. അപ്പോൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഗ്രന്ഥികൾ അടഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും മുഖക്കുരു വരുന്നത്. അപ്പോൾ അത് പിന്നീട് അത് ഓരോ ബാക്ടീരിയ ആയിട്ട് മാറി, ഫംഗസും ബാക്ടീരിയ ഒക്കെ ആയിട്ട് മാറി അത് പൊട്ടുകയും പഴുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുമൂലം അണുബാധ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖക്കുരു ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സ്കിന്നുകാർക്കാണ് കൂടുതലായിട്ട് നമ്മൾ മുഖക്കുരു കണ്ടുവരുന്ന ഒരു കാര്യം. അപ്പോൾ ഈ മുഖക്കുരു ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ സ്കിന്നിനെ പരിപാലിക്കണം. നമ്മുടെ സ്കിന്നിന് എണ്ണമയം കൂടുമ്പോൾ അല്ലെങ്കിൽ അഴുക്കുകളൊക്കെ അടിയുകയൊക്കെ ചെയ്യുമ്പോൾ മുഖക്കുരു വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മുഖക്കുരു ഉണ്ടാകും. പിന്നെ ഈ ഓപ്പൺ പോർസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ വരുന്നത്. അപ്പോൾ അത് മുഖക്കുരു പൊട്ടിയ പാടുകൾ മൂലം അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചില സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ തുടക്കത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുഴികളിൽ ഒരുപാട് മുട്ടയിടുകയും അവിടെ പെരുകുകയും അതുമൂലം നമുക്ക് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മുടെ മുഖത്ത് ഈ കുഴികളുടെ വലിപ്പത്തിൽ വ്യത്യാസം വരികയും പിന്നെ കുറേ അധികം കുഴികളായിട്ട് മാറി മാറി വരികയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഈ മുഖത്ത് ഈ കുഴികൾ അഥവാ ഓപ്പൺ പോർസ് വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം മുഖത്ത് അഴുക്കടിയുന്നത് കൊണ്ടും പിന്നെ എണ്ണ ഉൽപ്പാദനം നമ്മുടെ മുഖത്ത് കൂടുന്നത് കൊണ്ടും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മം നമ്മൾ വേണ്ട വിധത്തിൽ പരിപാലനം ചെയ്യാത്തത് കൊണ്ടുമാണ് ഈ മുഖത്ത് കുരുക്കൾ വരുന്നതും അതുപോലെ ഈ കുഴികൾ വരുന്നതൊക്കെ. അപ്പോൾ അത് നമുക്ക് മുഖത്തെ കുഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ വലിയ കുഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊക്കെ അത് മാറ്റാറുണ്ട്. അപ്പോൾ അല്ലാതെ നമുക്ക് പതിയെ നമുക്ക് നമ്മുടെ ചില ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ മുഖക്കുരു മാറാനും അല്ലെങ്കിൽ ഈ ഓപ്പൺ പോർസ് മാറാനൊക്കെ ക്രീമുകൾ, ഓയിൽമെന്റുകൾ ഇതൊന്നും നമുക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല. നിങ്ങൾ ഒരുപാട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടാവും. അതായത് മുഖക്കുരു അമിതമായിട്ട് വരുന്നത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മാറ്റാനായിട്ടും അല്ലെങ്കിൽ ഈ ഓപ്പൺ പോർസ് മാറ്റാനായിട്ടൊക്കെ. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും ചിലപ്പോഴെങ്കിലും നമുക്ക് അതൊന്നും ഫലിക്കാറില്ല അല്ലേ? നമുക്ക് അതൊന്നും കൊണ്ട് നമുക്ക് മാറാറില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഹോം റെമഡീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കൊണ്ടിട്ട് ഈ മുഖക്കുരുവിൻ്റെ വളർച്ച നമുക്ക് തടയാനും മുഖക്കുരു ഒന്ന് താഴ്ന്നു പോകാനും പിന്നെ ഉണ്ടാവാതിരിക്കാനൊക്കെ നമുക്ക് ചില ഹോം റെമഡീസിലൂടെ സാധിക്കും. അതേപോലെ തന്നെ ഈ ഓപ്പൺ പോർസിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിന്റെ വലിപ്പം ഉണ്ടാവാതിരിക്കാനും ഇതിന്റെ വലിപ്പം പതിയെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് ചില ഹോം റെമഡീസിലൂടെ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് അത് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ മുഖക്കുരും ഓപ്പൺ പോർസ് ഒക്കെ മാറാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചീത്ത കോശങ്ങളുണ്ടല്ലോ, ഡെഡ് സെല്ലുകളൊക്കെ ആദ്യം തന്നെ റിമൂവ് ആയി പോകണം എന്നുള്ള കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഓരോരോ സുഷിരങ്ങളും മുഖവും ഭയങ്കര ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയി ഇരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ആ ഒരു റെമഡിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ. വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ഇതിന് ₹1 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ സിയുടെ ഒരു ടാബ്ലറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്. പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതിന്റെ പകുതിയാണ് നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിന്റെ ഒരു പകുതി നമുക്കൊന്ന് ഒടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇതിന്റെ നേർ പകുതിയായിട്ട് രണ്ടായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരെണ്ണം മാത്രമേ നമുക്ക് ആദ്യത്തെ നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളൂ. ഈ ഒരെണ്ണത്തിന്റെ പകുതി മാത്രമേ നമുക്ക് മുഖത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചോണ്ട് വരാം കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു പേപ്പറിൽ വെച്ചിട്ട് ഈ ഒരു നമ്മുടെ ടാബ്ലറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊടിച്ചെടുത്തത് കൂടാതെ നമുക്ക് ഒരു പാക്ക് പോലെ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടിയാണ്. ഇത് നമ്മുടെ സാധാരണ പച്ചരി മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. അരിപ്പൊടിയേക്കാൾ കുറച്ചും കൂടെ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് ആണ് കേട്ടോ. ഓട്സ് പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ അതിലും അരിപ്പൊടി നല്ലതാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടുപൊടിയായിട്ട് അരി എടുക്കരുത്. നമ്മൾ സാധാരണ പച്ചരി പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി വേണം കേട്ടോ ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അരിപ്പൊടി നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അത്യാവശ്യം കുറച്ച് തരിതരിയുള്ള കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഇതെടുക്കുന്നത്. തീരെ പൊടിഞ്ഞു പോകരുത്. തീരെ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയ തരിതരിയുള്ള അരിപ്പൊടി എടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടിയുടെ കൂടെ വേണ്ടത് ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നീരാണ്. ഞാനൊരു തക്കാളിയുടെ പകുതി എടുത്തിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ജ്യൂസ് പരുവത്തിന് എടുത്തേക്കാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ചേക്കുന്ന വൈറ്റമിൻ സിയുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ പൊടി നമുക്ക് ഈ അരിപ്പൊടിക്കകത്തേക്ക് ഇടാം കേട്ടോ.
ആക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ തക്കാളിയുടെ നീര് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിക്കല്ലാതെ എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതൊക്കെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഓട്സ് ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വെള്ളം പറ്റി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളമോ ജ്യൂസോ ഈ ഒരു തക്കാളിയുടെ ജ്യൂസോ ഒക്കെ ഒഴിച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് മിക്സ് ചെയ്ത് തേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ഫേസ് ഫുള്ള് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി നമ്മുടെ മുഖത്തിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമ്മുടെ മുഖത്തിന് വരത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഈ 2 ചീക്കിൻ്റെ സൈഡ്, നെറ്റിയിൽ, മൂക്കിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് മുഖക്കുരുവും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് അല്ലേ, ഓപ്പൺ പോർസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ മുഖത്ത് ആദ്യം കംപ്ലീറ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇത് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ വട്ടത്തിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതൊരു പോർഷനിലാണോ ആ ഒരു പോർഷനിൽ നല്ലപോലെ ഒരുപാട് പ്രസ് ചെയ്യാതെ എന്നാൽ പ്രസ് ചെയ്ത് നമ്മുടെ മുഖത്ത് കംപ്ലീറ്റ് നമ്മൾ തേച്ച് കൊടുക്കുക. ഇനി ഓപ്പൺ പോർസ് ഉണ്ടെന്നുള്ളവർ അവിടെ ആ ഒരു ഓപ്പൺ പോർസ് ഉള്ള സ്ഥലത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. മറ്റ് മുഖത്തുള്ള സ്ഥലങ്ങളിൽ സ്ക്രബ് ചെയ്യുന്നേക്കാൾ കൂടുതൽ നമ്മുടെ ഓപ്പൺ പോർസ് ഉള്ള ആ ഒരു ഭാഗത്ത് നല്ലപോലെ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് നമ്മൾ മുഖം ഒരിക്കലും സ്ക്രബ് ചെയ്യരുത് കേട്ടോ. അത്യാവശ്യം ഒരു ഇതോടുകൂടെ മാത്രം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ക്രബ് ചെയ്ത ശേഷം ബാക്കി വരുന്നത് ഒരു 10 മിനിറ്റിന് അടുത്തെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ആവണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്ക്രബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ പോകാനും എണ്ണമയം പോകാനും ഒക്കെ സ്ക്രബ് ചെയ്താലേ അത് പോകത്തുള്ളൂ. അപ്പോൾ മുഖക്കുരു ഓപ്പൺ പോർസ് ഒക്കെ ഉള്ളവർ അങ്ങനെ ആ ഉള്ള ഭാഗങ്ങളിൽ അത്യാവശ്യം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മറ്റ് മുഖത്തെ ഭാഗങ്ങളിലൊക്കെ ഇനി മുഖക്കുരും ഇതൊന്നും വരാതിരിക്കാനായിട്ട് മറ്റു ഭാഗങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഉള്ള സംഭവമൊക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് പൊത്തി വെക്കാം കേട്ടോ. തേച്ച് നമ്മുടെ പായ്ക്കൊക്കെ ഇടില്ലേ അതേപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എൻ്റെ മുഖത്ത് ഇത് സംഭവമൊന്നും ഇല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ വൈറ്റമിൻ സി നമ്മുടെ മുഖത്തിനൊക്കെ അത്യാവശ്യം കളർ ഉണ്ടാവാനും മുഖത്തെ പാടുകൾ പോകാനൊക്കെ അത്യാവശ്യം നല്ലതാണല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇത് തേച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് മാത്രമേ ഇത് വാഷ് ചെയ്യാവുള്ളൂ. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യരുത്. നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ ഇത് വാഷ് ചെയ്യാനായിട്ട്. ചെറു ചൂടുവെള്ളം നമ്മുടെ മുഖത്ത് മുഴുവനും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം മസാജ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയണം കേട്ടോ. എങ്കിലേ ഇത് നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖക്കുരു ഉണ്ടെന്നുള്ളവർ ഡെയിലി ഇത് യൂസ് ചെയ്യേണ്ട കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇന്ന് ചെയ്താൽ നാളെ ചെയ്യേണ്ട, മറ്റന്നാൾ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ മുഖക്കുരു ഉള്ളവർ. പക്ഷെ നമ്മൾ ഡെയിലി നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീനപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ പോർസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യണം കേട്ടോ. ഡെയിലി ചെയ്തില്ലെങ്കിൽ അവരുടെ മുഖത്ത് അഴുക്കടിയാനും ഒക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ പോർസ് ഉള്ളവർ ഡെയിലി ഇത് ചെയ്യണം കേട്ടോ. ഡെയിലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഒരിക്കലും ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത്. കാരണം നമ്മളിതൊരു ഹോം റെമഡിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ മുഖക്കുരുവിൻ്റെ വളർച്ച തടയാനും നമ്മുടെ മുഖത്ത് ഇപ്പോൾ ഉള്ള ഒരു മുഖക്കുരു ഒന്ന് താന്ന് പോകാനായിട്ടൊക്കെ നമുക്കിത് ഹെൽപ്ഫുൾ ആകും കേട്ടോ. പിന്നെ ഓപ്പൺ പോർസ് ആണെങ്കിലും പിന്നെ വലിപ്പമുള്ള ഓപ്പൺ പോർസ് ആണെങ്കിലും അതിൻ്റെ വലിപ്പം കുറഞ്ഞ് വരാനായിട്ട് ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ആരും പ്രതീക്ഷിക്കരുത്. കുറച്ച് സമയം എടുത്തിട്ടാണ് നമുക്ക് ഉറപ്പായിട്ടും അത് നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഇതൊക്കെ മാറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തിന് അത്യാവശ്യം ചെറിയൊരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടാം കേട്ടോ. കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇത് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് വാഷ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.